സാൻവിന്റെ ഡാൻസ് പരിപാടിന്റെ അന്നെടുത്തൊരു വീഡിയോ ആണ് ഇത്. ഇത്തിരി ഒന്ന് ലേറ്റ് ആയി പോയി, എന്നാലും സാരമില്ല, ഇതിവിടെ കിടക്കട്ടെ. പിന്നീട് എപ്പോഴെങ്കിലും നമുക്കൊരു ഓർമ്മ പോലെ ഇതൊക്കെ കാണാലോ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളൊന്ന് മാഷിന്റെ അടുത്ത് പോയി. സാൻവി ഇത് 2 ദിവസമായിട്ടേ ഉള്ളൂ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. കഴിഞ്ഞ കൊല്ലം കളിച്ച ഡാൻസ് ആണ്. അപ്പോൾ അവിടുന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത്, ബ്ലൗസ് ആണെങ്കിൽ സാൻവിനെയും എന്നെയും കൂടെ കുത്തിക്കയറ്റാനുള്ള അത്രയും വലുപ്പമുണ്ട്. ഉണ്ണാടിൻ്റെ അടുത്ത് പോയി അതൊക്കെ ഒന്ന് ഷേപ്പാക്കി ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്ന് കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് സ്കൂളിലേക്ക് പോയത്. ശ്രീനാരായണ LPയിലാണ് സാൻവി പഠിക്കുന്നത്. പരിപാടി ഉള്ളത് ശ്രീനാരായണ ഹയർ സെക്കൻഡറി എന്നാണ്. സാൻവി ഉള്ളത് LP വിഭാഗം ഫോക്ക് ഡാൻസിനാണ്. അപ്പം ഞാൻ ഈ വീഡിയോ ഓൺ ചെയ്ത് വെച്ചപ്പോൾ തന്നെ സുന്ദരം മഷ് അതിലെ ഓടി. എൻ്റെ അമ്മ ഇനിയിപ്പോൾ ഇതൊക്കെ വീഡിയോയിൽ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് ജിനീഷാണ് സാൻവിനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്ക് അവർക്ക് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുവിധം സാൻവിയുടെ മേക്കപ്പ് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ലിപ്സ്റ്റിക്കും അല്ലറ ചില്ലറ പരിപാടികളെ ബാക്കിയുള്ളൂ എന്ന് തോന്നുന്നു. ഈ മേക്കപ്പ് വീഡിയോയുടെ ഫുൾ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ഞാനത് ഇതിൽ അപ്ലോഡ് ചെയ്യാം. ആർക്കെങ്കിലും ഉപകാരം ആകുന്നുണ്ടെങ്കിൽ നല്ലതല്ലേ. അതിനുശേഷം ഡ്രസ്സിങ്ങിലേക്ക് കടന്ന് ഇത്തിരി പോകുന്ന ശരീരത്തിൽ എന്തൊക്കെയോ വെച്ച് കെട്ടിയതുപോലെ ഉണ്ട് ഗൈസ്. കാണുമ്പോൾ ശരിക്ക് സങ്കടമാകുന്നുണ്ടായിരുന്നു. ഒരിക്കലും ഞങ്ങൾ സാൻവിനെ നിർബന്ധിച്ചിട്ടില്ല ഒരു പരിപാടിക്ക് നിൽക്കണം, ഈ പരിപാടിക്ക് നിൽക്കണം എന്നൊന്നും പറഞ്ഞിട്ട്. അവളുടെ ആഗ്രഹം ഏത് പരിപാടിയാണോ അതിന് കൂട്ടു നിന്നിട്ടേ ഉള്ളൂ. അവൾക്ക് ഭയങ്കര ആഗ്രഹമാണ് ഫോക്ക് ഡാൻസ് കളിക്കണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഫോക്ക് ഡാൻസ് പഠിക്കാൻ പോയതും കളിക്കുന്നതും ഒക്കെ. അപ്പോൾ കുട്ടി ഇങ്ങനെ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഏകദേശം ഒരു 11-11:30 ആകുമ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ആരും ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ബിസ്ക്കറ്റും വെള്ളമൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. എന്നാലും അവള് ഈ മേക്കപ്പ് ഒക്കെ പോകുന്നതുകൊണ്ട് തന്നെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇത്തിരി വെള്ളം കുടിച്ചതേ ഉള്ളൂ. സാൻവിന്റെ ഒന്നും അല്ലാത്ത ഹെയർ സ്റ്റൈൽ കൊണ്ട് തന്നെ അവർ മുടി കെട്ടാൻ ഇത്തിരി ഒന്ന് പ്രയാസപ്പെട്ടു. കാരണം മുന്നിലേക്ക് മുടി മുറിച്ചിട്ടത് കൊണ്ട് തന്നെ അവർക്കത് കെട്ടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സാൻവിന്റെ മുടി ഒന്ന് ഇത്തിരി വലുതാകുമ്പോൾ ഞാനത് ഷോർട്ട് ചെയ്യാൻ നിൽക്കും. കാരണം സാൻവി മുടി ഒന്ന് നീട്ടുമ്പോഴത്തേക്കും മുഖം ആകെ മെലിഞ്ഞതുപോലെ തോന്നും എനിക്ക്. അതുകൊണ്ട് ഞാൻ വേഗം മുടി വെട്ടിക്കളി. സാൻവിക്ക് അത് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. അപ്പൊ ഇവരും പറഞ്ഞു ഇനി മുടി വെട്ടണ്ടാന്ന്. അത് കേട്ടപ്പോൾ സാൻവി ഭയങ്കര സന്തോഷത്തിലായി. കാരണം സാൻവിക്ക് അത് ഇഷ്ടമല്ലല്ലോ. ഞങ്ങളുടെ നിർബന്ധത്തിനാണ് സാൻവി മുടി വെട്ടുന്നത്. അപ്പോൾ അവരുടെ കഴിവുകൾ ഇങ്ങനെ പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. എത്ര പെട്ടെന്ന് അവരിങ്ങനെ ഓരോന്നോരോന്ന് ചെയ്യുന്നത്. ഞാനൊക്കെ ഇതൊക്കെ കൈവച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും നാളെ അവളങ്ങ് സ്റ്റേജിലേക്ക് കയറില്ല ഗൈസ്. അതൊക്കെ ഓരോരുത്തരുടെ കഴിവുകളാണ്. അപ്പോൾ ഏകദേശം അവളൊരു കുഞ്ഞി തേയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. തേയ് എന്ന് പറയുന്നൊരു കഥാപാത്രമാണ് സാൻവി ചെയ്യുന്നത്. ഈ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ ശരിക്കും ഇത് സാൻവിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചതുപോലെ തോന്നും എനിക്ക്. എൻ്റെ കൂടെ വികമോളും ഉണ്ടായിരുന്നു. വികയും രാവിലെ തന്നെ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാം വീഡിയോ എടുത്തു തരുന്നത് വികയാണ്. അപ്പൊ ഞാനും ഇങ്ങനെ അവരുടെ അടുത്ത് തന്നെ നിൽക്കുന്നത് ഇതൊന്ന് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നുള്ള രീതിയിൽ അവരത് സാവകാശം നല്ല വൃത്തിക്കാണ് ചെയ്യുന്നത്. സാൻവിന്റെ റോൾ നമ്പർ ഏകദേശം വിളിക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. പെട്ടെന്നൊരു തിരക്കായിപ്പോയി അവസാന നിമിഷങ്ങളിൽ. കാരണം ലഞ്ച് ബ്രേക്ക് അവരുടെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കയറുന്നത് LP വിഭാഗം ഫോക്ക് ഡാൻസ് ആണ്. ഇപ്പൊ സാൻവിക്കാണെങ്കിൽ ചെസ് നമ്പർ കിട്ടിയിട്ടുള്ളത് 2ാമത്തതുമാണ്. പിന്നെ അവിടെ ചെസ് നമ്പർ വിളിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ശരിക്ക് എയറിലായിരുന്നു ഗൈസ്. എനിക്കിങ്ങനെ നെഞ്ചിൽ നിന്നൊക്കെ വല്ലാത്തൊരു ഇടിപ്പും ഒരാദിയും എന്തൊക്കെയാ പറയുക. അതൊക്കെ ഒരു അമ്മമാർക്ക് ഉണ്ടാകുന്നതായിരിക്കും, എനിക്ക് മാത്രമല്ല. അപ്പോൾ ഉള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ ഒന്നും ആയിരുന്നില്ല. ഏതോ ഒരു സ്ഥലത്ത് നിന്നിട്ട് പരിപാടികളൊക്കെ കാണുന്നത് പോലെ ഉണ്ടായിരുന്നു. നമ്മളെ മക്കള് ഈ സ്റ്റേജിൽ കയറുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണല്ലേ. അതെല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അതിനുശേഷം സാൻവി ദക്ഷിണയൊക്കെ കൊടുത്ത് ജിനീഷിൻ്റെ അടുത്തുനിന്ന് ചിലങ്കയൊക്കെ കെട്ടി. ഈ ചിലങ്ക കെട്ടുന്ന സമയത്ത് സാൻവിൻ്റെ റോൾ നമ്പർ അവിടെ വിളിച്ചിട്ടുണ്ട്. ഇവിടുന്ന് എൻ്റെ കുട്ടി ഓടുകയായിരുന്നു. മോളോടൊന്ന് നന്നായിട്ട് കളിക്കണേന്ന് പറയാനുള്ളൊരു സമയം പോലും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ റോൾ നമ്പറൊക്കെ കുത്തി 15 ആയിരുന്നു സാൻവിൻ്റെ റോൾ നമ്പർ. സെക്കൻഡാണ് സാൻവി കയറേണ്ടത്. ലാലോട്ടിനത് അതിലൂടെ ഓടുന്നുണ്ട് പെൻഡ്രൈവ് കൊടുക്കാൻ വേണ്ടിയിട്ട്. മാഷിനും ദക്ഷിണ വെച്ച് കാല് തൊട്ട് വന്ദിച്ച് ഞങ്ങൾ ഓടുകയാണ്. പിന്നെ സാൻവിനെ സ്റ്റേജിൽ കയറി. പിന്നെ എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എൻ്റെ കണ്ണ് നിറയായിരുന്നു. കാരണം അവൾ കളിക്കുന്നത് കണ്ടിട്ട് നന്നായിട്ട് കളിച്ചിട്ടോ അല്ലെങ്കിൽ കളിക്കാഞ്ഞിട്ടോ ഒന്നും തന്നെയല്ല. അവളെ ഇങ്ങനെ സ്റ്റേജിൽ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷവും സങ്കടവും ഒക്കെ വരുന്നത് പോലെ ഉണ്ടായിരുന്നു. ഇതിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പോലും എനിക്ക് വല്ലാത്തൊരു സങ്കടമൊക്കെ ആവുന്നുണ്ട്. അത് എന്നെപ്പോലെയുള്ള എല്ലാ അമ്മമാർക്കും ഉണ്ടാവും. നമ്മുടെ മക്കളെ സ്റ്റേജിൽ ഇങ്ങനെ കാണുമ്പോഴുള്ളൊരു പ്രത്യേക ഒരു വികാരമാണത്.
അപ്പോൾ അതങ്ങനെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ സാൻവിൻ്റെ ചെസ് നമ്പറൊക്കെ മാറ്റി ഞങ്ങൾ അവിടെ പോയിട്ട് കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ ലാലോട്ട് ഞങ്ങളോട് പറഞ്ഞു നമുക്ക് പോവാം ഇനി, കാരണം ഞങ്ങൾ ആരും ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സാൻവിൻ്റെ ഫ്രണ്ടിനെ അവിടെ കണ്ട് അവിടെ നിന്ന് കുറച്ച് നേരം അവളോട് സംസാരിച്ച്, പിന്നെ പ്രശാന്ത് സാറും സുന്ദരമാഷും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ഞങ്ങളിങ്ങനെ സംസാരിച്ച് ഇനി എന്നാ പോവാന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞങ്ങളിങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെയും ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒരു എ ഗ്രേഡ് ഉണ്ടോ എന്ന് നോക്കാലോ എന്നും പറഞ്ഞിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്ന്. അപ്പോഴാണ് റിസൾട്ട് വന്നത്. ഈ സന്തോഷം ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഗൈസ്. സാൻവിക്കായിരുന്നു ഫസ്റ്റ്. 8 കുട്ടികളായിരുന്നു സാൻവിൻ്റെ കൂടെ മത്സരിച്ചിട്ടുള്ളത്. ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു വിജയമായിരുന്നു അത്. അപ്പോൾ അത് അവളുടെ കഴിവിനെ ഞങ്ങൾ അംഗീകരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് സബ് ജില്ലാ കലോത്സവം വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് നേരമായി വീട്ടിൽ നിന്ന് പോയിട്ട്, അമ്മയും വസുവും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ വന്നപ്പോൾ തന്നെ സാൻവി അമ്മേനോട് പറയുന്നത് അമ്മമ്മ എനിക്കൊന്നും കിട്ടിയിട്ടില്ല എന്നാണ്. അപ്പോൾ കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ അമ്മേൻ്റെ സന്തോഷമാണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ, അല്ല അന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.